ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. വിവിധ LDC മെയിൻസ് പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 മാർച്ചിൽ ജീനോം ഡാറ്റ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. 2023 മാർച്ചിൽ ജീനോം ഡാറ്റ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. നമുക്ക് കുറച്ച് ഓർമ്മിക്കാൻ വേണ്ടി ഒരു കോഡ് നോക്കാം. നമ്മൾ ഓർമ്മിക്കണം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജീൻ ഉള്ളത്, അല്ലെങ്കിൽ ജീൻ ഡേറ്റ ഉള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ജീനോം ഡാറ്റ സെൻറ്റർ ഉള്ളത്. ഇപ്പോൾ 2023 മാർച്ചിൽ ജീനോം ഡാറ്റ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജീൻ ഡാറ്റ ഉള്ളത്, അപ്പോൾ ജീനോം ഡാറ്റ സെൻറ്റർ കേരളത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഒട്ടക വർഷമായി ആചരിക്കുന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2024. അപ്പോൾ 2024 ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ 2023 എന്ത് വർഷമായിട്ടാണ് ആഘോഷിച്ചതെന്ന് അറിയാവോ? 2023 മില്ലറ്റുകളുടെ വർഷമായിട്ടാണ് ആഘോഷിച്ചത്. അപ്പോൾ 2023 മില്ലറ്റുകളുടെ വർഷമായിരുന്നു, 2024 ഒട്ടകത്തിൻ്റെ വർഷം. നമുക്കിത് ഓർമ്മിക്കാൻ ഒരു കോഡ് ഉണ്ടാക്കാം. ഒട്ടകത്തിന് ഒരു മുഴയുണ്ട്, നമുക്കതൊരു 6 സങ്കല്പിക്കാം. ഒട്ടകത്തിന് 4 കാലുണ്ട്, അപ്പം 4 × 6 24. അപ്പോൾ 2024 ഒട്ടകങ്ങളുടെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2021-22 മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയ കോർപ്പറേഷൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരം. അപ്പോൾ 2021-22 മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ 2021-22 മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം എന്നോർക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഏതു മേഖലയെ അവിശ്വസനീയ നിലയിൽ എത്തിക്കാൻ ആരംഭിച്ച കർമ്മപദ്ധതിയാണ് വിഷൻ 2047? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോളിനെ അവിശ്വസനീയ നിലയിൽ എത്തിക്കാൻ വേണ്ടി ആരംഭിച്ച കർമ്മപദ്ധതിയാണ് വിഷൻ 2047. അപ്പോൾ വിഷൻ 2047 ഇന്ത്യൻ ഫുട്ബോളിനെ അവിശ്വസനീയ നിലയിൽ എത്തിക്കാൻ ആരംഭിച്ച കർമ്മപദ്ധതിയാണ്. എല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാലോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നമ്പർ 7 ആണ്, CR7 എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ 7 വരുന്നത് ലാസ്റ്റ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ അവിശ്വസനീയ നിലയിൽ എത്തിക്കാൻ ആരംഭിച്ച കർമ്മപദ്ധതിയാണ് വിഷൻ 2047. അടുത്ത ചോദ്യം നോക്കാം. ഭൂകമ്പം തകർത്ത സിറിയയിലും തുർക്കിയിലും സഹായവുമായി പോയ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാദൗത്യത്തിൻ്റെ പേര്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ ദോസ്ത്. ഭൂകമ്പം തകർത്ത സിറിയയിലും തുർക്കിയിലും സഹായവുമായി പോയ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പോൾ സിറിയയിലും തുർക്കിയിലും ഇന്ത്യ ഒരു ഫ്രണ്ടിനെ പോലെ സഹായിച്ചു എന്ന് ഓർത്താൽ മതി, ഓപ്പറേഷൻ ദോസ്ത് ഓർമ്മിക്കാൻ. അപ്പോൾ ഭൂകമ്പം തകർത്ത സിറിയയിലും തുർക്കിയിലും സഹായവുമായി പോയ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. അടുത്ത ചോദ്യം നോക്കാം. സാംസ്കാരിക വകുപ്പിൻ്റെ സമം പദ്ധതിയുടെ അംബാസിഡർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, KS ചിത്ര. സാംസ്കാരിക വകുപ്പിൻ്റെ സമം പദ്ധതിയുടെ അംബാസിഡർ KS ചിത്രയാണ്. KS ചിത്രയാണ് സാംസ്കാരിക വകുപ്പിൻ്റെ സമം പദ്ധതിയുടെ അംബാസിഡർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ച്വറി നിലവിൽ വരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ച്വറി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സ്കൈ സാങ്ച്വറി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് ആയി ആചരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാർച്ച് 30.
2023 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റായി ആചരിച്ചത് മാർച്ച് 30. അപ്പോൾ മാർച്ച് 30 2023 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റായി ആചരിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ പ്രധാനപ്പെട്ട 6 നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലെ കേരള നദി. ഉത്തരം ഓപ്ഷൻ എ ആണ് പെരിയാർ. അപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട 6 നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലെ കേരള നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറാണ് ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലെ കേരള നദി. അത്രയും ഓർക്കാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഈ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിലെ കേരള നദി എന്ന് ഓർത്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. 2023 കടുവ സംരക്ഷണത്തിനുള്ള രാജ്യാന്തര അംഗീകാരമായ CATS അക്രഡിഷൻ ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേതം. ഉത്തരം ഓപ്ഷൻ സി ആണ് പെരിയാർ. 2023 കടുവ സംരക്ഷണത്തിനുള്ള രാജ്യാന്തര അംഗീകാരമായ CATS അക്രഡിഷൻ ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേതം പെരിയാറാണ്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. പെരിയാറിനാണ് 2023 കടുവ സംരക്ഷണത്തിനുള്ള രാജ്യാന്തര അംഗീകാരമായ CATS അക്രഡിഷൻ ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2023 കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് വേദി. ഉത്തരം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. 2023 കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് വേദി തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു 2023 കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിൻ്റെ വേദി. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പാക്കുന്ന ദൃഷ്ടി പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ഗ്ലോക്കോമ. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പാക്കുന്ന ദൃഷ്ടി പദ്ധതി ഗ്ലോക്കോമ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗ്ലോക്കോമ എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പാക്കുന്ന ദൃഷ്ടി പദ്ധതി. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി. ദൃഷ്ടി പദ്ധതി ഗ്ലോക്കോമ എന്ന രോഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്ത് ആദ്യമായി കടലിൽ കാറ്റാടിപ്പടം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി നിലവിൽ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് രാജ്യത്ത് ആദ്യമായി കടലിൽ കാറ്റാടിപ്പടം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിൽ കാറ്റാടിപ്പടം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞമാണ്. നമുക്കിത് ഓർക്കാൻ ഒരു കോഡുണ്ട്. കടലിൽ കാറ്റാടിപ്പടം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണിത്. അപ്പോൾ അവിടെ വിൻഡ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഡ് എനർജിയിൽ നമുക്കൊരു വി ഉണ്ട്, വിഴിഞ്ഞത്തിൽ ഒരു വി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും വിഴിഞ്ഞമാണെന്ന്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് കടലിൽ കാറ്റാടിപ്പടം സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. അപ്പോൾ വിൻഡിലൊരു വി ഉണ്ട്, ആ വി ഓർത്താൽ മതി, വിഴിഞ്ഞമാണെന്ന് ഓർക്കാം. അപ്പോൾ വിൻഡിലൊരു വി ഉണ്ട്, ആ വി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വിഴിഞ്ഞം എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളം. പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ജേതാക്കൾ കേരളമാണ്. കേരളമാണ് പ്രഥമ ദേശീയ ബീച്ച് ഫുട്ബോൾ ജേതാക്കൾ. അടുത്ത ചോദ്യം. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2023 വേദി. ഉത്തരം ഓപ്ഷൻ എ ആണ് ന്യൂഡൽഹി. ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2023 വേദിയായിരുന്നു ന്യൂഡൽഹി. ന്യൂഡൽഹിയിലായിരുന്നു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2023 വേദി. അടുത്ത ചോദ്യം നോക്കാം. 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ്. കാസർഗോഡാണ് 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത്. അപ്പോൾ 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഓർക്കാം, കേരള സയൻസ് കോൺഗ്രസ് എന്നാണ് 2024. കാസർഗോഡിലും ഒരു കെയും എസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിക്കാം, കാസർഗോഡ്. അപ്പോൾ 2024 കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്.
അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡുകളും ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യ ജില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, മലപ്പുറം. അപ്പോൾ മലപ്പുറമാണ് കേരളത്തിലെ എല്ലാ റേഷൻ കാർഡുകളും ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യ ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ റേഷൻ കാർഡുകളും ആധാറും പൂർണ്ണമായി ബന്ധിപ്പിച്ച ആദ്യ ജില്ല. എല്ലാ റേഷൻ കാർഡുകളും ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച കേരളത്തിലെ ആദ്യ ജില്ല മലപ്പുറമാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരുടെ ആശാവർക്കർ വിരമിക്കൽ പ്രായം എത്ര വയസ്സായാണ് ഉയർത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 62. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരുടെ, അതായത് ആശാവർക്കരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായിട്ടാണ് ഉയർത്തിയത്. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തിയത്. ഇപ്പോൾ 62 ആശാവർക്കറുടെ വിരമിക്കൽ പ്രായം. അടുത്ത ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ രാജ്യാന്തര പഠന കേന്ദ്രം ആരംഭിക്കുന്ന സർവകലാശാല. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരള സർവകലാശാല. കേരള സർവകലാശാലയാണ് ചട്ടമ്പി സ്വാമിയുടെ പേരിൽ രാജ്യാന്തര പഠന കേന്ദ്രം ആരംഭിക്കുന്ന സർവകലാശാല. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ രാജ്യാന്തര പഠന കേന്ദ്രം ആരംഭിക്കുന്ന സർവകലാശാല ഏതാണ്? ഉത്തരം കേരള സർവകലാശാലയാണ്. അപ്പോൾ കേരള സർവകലാശാലയാണ് ചട്ടമ്പി സ്വാമിയുടെ പേരിൽ രാജ്യാന്തര പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. അവസാനത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വിഭാഗക്കാരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വനിതകൾ. അപ്പോൾ വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല. സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഡിജിറ്റൽ പാഠശാല എന്ന പദ്ധതി വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കാനായിട്ടാണ്. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ പാഠശാല എന്ന പദ്ധതി ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.